ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 27ാவது അധ്യായം 27ാவது അധ്യായത്തിലെ 1ാவது ശ്ലോകം. ശ്രീ ഭഗവാനുവാച: പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതൈർഗുണൈഃ അവികാരാദകർത്തൃത്വാദ് നിർഗുണത്വാജലാർക്കവത്. ശ്ലോകം 2. സ ഏഷയർഹി പ്രകൃതേർഗുണേഷ്വഭിവിഷജ്ജതേ അഹം ക്രിയാവിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യതേ. 3ാவது ശ്ലോകം. തേന സംസാര പദവീമവശോഭ്യേത്യ നിർവൃത പ്രാസംഗികൈ കർമ്മദോഷൈ സദസന്മിശ്രയോനിഷു. ശ്ലോകം 4. അർത്ഥേഹ്യവിദ്യമാനേഭി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാ. ശ്ലോകം 5. അത ഏവ ശനൈശ്ചിത്തം പ്രസക്തമസദാം പദേ ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാ ജനയേദ്വശം. ശ്ലോകം 6. യമാദിഭിർയോഗപദൈരഭ്യസൻ ശ്രദ്ധയാന്വിത മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച. ശ്ലോകം 7. സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗത ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാ. ശ്ലോകം 8. യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുക്മുനി വിവിക്തശരണഃ മൈത്ര കരുണ ആത്മവാൻ. ശ്ലോകം 9. സാനുബന്ധേ ജദേഹേസ്മിന്നപൂർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച. ശ്ലോകം 10. നിവൃത്തബുദ്ധ്യവസ്ഥാനോ ധൂരീഭൂതാന്യദർശന ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കമാത്മദൃക്. ശ്ലോകം 11. മുക്തലിംഗം സദാഭാസമസതി പ്രതിപദ്യതേ സദോ ബന്ധുമസച്ചക്ഷു സർവാനുസ്യൂതമദ്വയം. 12ാவது ശ്ലോകം. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്തേനാവദൃശ്യതേ സ്വാഭാസേന തഥാ സൂര്യോ ജലസ്തേന ദിവി സ്ഥിതാ. ശ്ലോകം 13. ഏവം ത്രിവൃദഹങ്കാരോ ഭൂതേന്ദ്രിയമനോമയൈ സ്വാഭാസൈർലക്ഷിതോനേന സദാഭാസേന സത്യദൃക്. 14ാவது ശ്ലോകം. ഭൂത സൂക്ഷ്മേന്ദ്രിയമനോബുദ്ധ്യാദിഷ്വിഹ നിദ്രയാ ലീനേഷ്വസതിയസ്തത്ര വിനിദ്രോ നിരഹംക്രിയാ. 15ാவது ശ്ലോകം. മന്യമാനസ്തദാത്മാനമനഷ്ടോ നഷ്ടവന്മൃഷാ നഷ്ടേ അഹങ്കരണേ ദ്രഷ്ടാ നഷ്ടവിത്ത ഇവാതുരാ. ശ്ലോകം 16. ഏവം പ്രത്യവമൃഷ്യാസാവാത്മാനം പ്രതിപദ്യതേ സാഹങ്കാരസ്യ ദ്രവ്യസ യോ അവസ്ഥാനമനുഗ്രഹ. ദേവഹൂതിരുവാച. ശ്ലോകം 17. പുരുഷം പ്രകൃതിർബ്രഹ്മൻ
न विमुञ्चति कर्हिचित् अन्योन्यावाश्रयत्वाच्च नित्यत्वाधनयो प्रभो. 18வது ശ്ലോകം. यदा गन्धस्य भूमेश्च न भावो व्यतिरेकदा अपाम्रसस्य जयदा तदा बुद्धे परस्य च. ശ്ലോകം 19. अकर्तु कर्मबन्धोऽयं पुरुषस्य यदाश्रया गुणेषु सत्सु प्रकृते कैवल्यं तेष्वदकदम्. ശ്ലോകം 20. क्वचित् तत्त्वावमर्शेन निवृत्तं भयमुल्बणम् अनिमित्तनिमित्तत्वात् पुनः प्रत्यवतिष्ठते. ശ്രീ ഭഗവാൻ ഉവാച. 21வது ശ്ലോകം. अनिमित्तनिमित्तेन स्वधर्मेणामलात्मना तीव्रया मयि भक्त्याज श्रुतसंहृदया चिरम्. ശ്ലോകം 22. ज्ञानेन दृष्टतत्त्वेन वैराग्येन बलीयसा तपोयुक्तेन योगेन तीव्रेणात्मसमाधिना. 23வது ശ്ലോകം. പ്രകൃതി പുരുഷസ്യേഹ പ്രകൃതിഃ പുരുഷസ്യ ഇഹ ദഹ്യമാനാ തു അഹർനിശം. പ്രകൃതി പുരുഷസ്യേഹ ദഹ്യമാനാ തു അഹർനിശം. തിരോഭവത്രി ശനകൈഃ അഗ്നേഃ യോനിഃ ഇവ അരണിഃ. തിരോഭവത്രി ശനകൈരഗ്നേര്യോനിരിവാരണി. 24வது ശ്ലോകം. ഭുക്തഭോഗാ പരിത്യക്ത ദൃഷ്ടദോഷാ ച നിത്യശ നേശ്വരസ്യാശുഭം ദത്തേ സ്വേ മഹിംനി സ്ഥിതസ്യ ച. ശ്ലോകം 25. യദാ ഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാഭോ ബഹ്വനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. ശ്ലോകം 26. ഏവം വിദിത തത്വസ്യ പ്രകൃതിർമയി മാനസം യുജ്ഞതോ നാപകുരുതേ ആത്മാരാമസ്യ കർഹിചിത്. ശ്ലോകം 27. യദൈവമധ്യാത്മരത കാലേന ബഹുജന്മനാ സർവത്ര ജാതവൈരാഗ്യ ആബ്രഹ്മഭുവനാന്മുനി. ശ്ലോകം 28. മദ്ഭക്ത പ്രതിബുദ്ധാർത്തോ മത്പ്രസാദേന ഭൂയസാ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം. ശ്ലോകം 29. പ്രാപ്നോതിഹാഞ്ജസാധീര സ്വദൃശാ ചിന്ന സംശയാ യദ്ഗത്വാന നിവർത്തേത യോഗി ലിംഗാദ് വിനിർഗമേ. 30வது ശ്ലോകം. യഥാന യോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്ജതേ അങ്ക അനന്യഹേതുഷ്വദമേ ഗതേ സ്യാദാത്യന്തികേ യത്ര ന മൃത്യുഹാസ. ഇതോടുകൂടിയിട്ട് തൃതീയ സ്കന്ധത്തിലെ 27வது അധ്യായം മുടിവടയരുത്.